അവർക്ക് ഒരു ആയിരം നന്ദി പറഞ്ഞേക്കാം. അല്ല അങ്ങനെയല്ല ക്രിസ്റ്റി, നമ്മളെ പോലെ ഉള്ളവർക്ക് ക്രിസ്റ്റിയെ പോലെ ഉള്ളവർ വന്ന് ചെയ്തു തന്നെങ്കിൽ ഉപകാരം അല്ലേ? അത് തന്നെ. പിന്നെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആന പേടിച്ചിട്ടാ വിടുക. അപ്പൊ എങ്ങോട്ടാണ് എങ്ങോട്ട് ജീവനും കൊണ്ട് വിടുക ചെയ്യണം. അങ്ങനത്തെ ഒരു ഓട്ടാണ് വിടുക. കാരണം ആ മുളിച്ച് കേൾക്കുമ്പോൾ അറിയാം ആന അത്രയും പേടിച്ചിട്ടാണത്. കാരണം ഇത് താഴെ ഇങ്ങനെ സ്ലോപ്പ് അല്ലേ. അപ്പൊ ആന മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോ പെട്ടെന്ന് എനിക്ക് വെട്ടിത്തിരിയാനും പറ്റില്ല. പെട്ടെന്ന് സൗണ്ട് കേൾക്കുമ്പോൾ അത് എങ്ങോട്ടെങ്കിലും അങ്ങ് വിടുക പേടിച്ചിട്ട്. നേരെ അങ്ങോട്ട് പോയി മാനരിയില്ല. കാട്ടുപോത്ത് വരുന്നുണ്ട് ഇവിടെ. അപ്പൊ അതായിരിക്കും കാട്ടുപോത്ത് വരുന്നുണ്ട്. അത് മുകളിലേക്ക് പോകുമ്പോൾ സൂക്ഷിക്കണം പറഞ്ഞായിരുന്നു. കാട്ടുപോത്ത് വന്ന ബാക്കിൽ കടുവയുണ്ടായിരിക്കും. വയനാട് ഇത് കോട കണ്ട നീ? കോടയായി മൊത്തം കണ്ടോ. ദോർക്കാപ്പുറത്തുള്ള അടിയല്ലേ, പിന്നെ ഒച്ചം കേൾക്കുന്നില്ലല്ലോ. വാതിലും ജനലും അടച്ച് കിടക്കാനുള്ള സംവിധാനം ആക്കാം. ജനലും അടയ്ക്കാനുള്ള ഒരു സംവിധാനം ആയാൽ മതി. ബാക്കി മുകളിൽ നിന്ന് വെള്ളം വീഴാത്ത രീതിയിലായല്ലോ, കമ്പി കിട്ടല്ലോ. ഒക്കെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ സ്ലോ വെക്കണ കാൽപ്പാട് അതുകൊണ്ടൊക്കെ അവിടെയും പൊളിച്ചു ഇവിടെയും ഇവിടെ എത്തിയപ്പോൾ പഠിച്ചു. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തിരിയാൻ പറ്റില്ല. അത് പെട്ടെന്ന് പിന്നെ ഇറങ്ങി പോയത്. അതാണ് ഇത്രയും മണ്ണ്. അതെ, അത് മനസ്സിലായോ? അവിടെ എത്തിയപ്പോ പഠിച്ചു. ഗത്യന്തരം ഇല്ലാതെ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് ഇടിഞ്ഞു അവിടെ അടിച്ചിട്ടുണ്ട്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ചപ്പമല പ്രദേശത്താണ്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ മത്തഞ്ചേൻ്റെയും ചേച്ചിയുടെയൊക്കെ അവരുടെ വാതിലും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പണി തീർന്നില്ല. അതിൻ്റെ പിറ്റേ ദിവസം, രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ നിൽക്കുന്നത്. വാതിൽ മാത്രമല്ല, നമ്മൾ ആ റൂഫിലെ കമ്പി അടക്കം നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. കാരണം നമുക്ക് ഒറ്റയടിക്ക് ഇതെല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പണിക്കാരെ കിട്ടുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അങ്ങ് മാറി കിട്ടും എന്നുള്ളതുകൊണ്ട് നമ്മളേതായാലും 2 പരിപാടിയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പണിക്കാർ തയ്യാറായതുകൊണ്ട് നമ്മളതും കൂടെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഏതായാലും ഇപ്പോൾ നമ്മൾ ആ പണി സൈറ്റിലേക്കാണ് പോകുന്നത്. ഇന്നിപ്പോൾ 2ാമത്തെ ദിവസമായി. അപ്പോൾ ഇന്ന് ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്കും പണി തീരും. അപ്പോൾ എന്തൊക്കെയായി, അവിടുത്തെ പണി എത്രയ്ക്കായി എന്നുള്ളത് നോക്കി കണ്ട് വിലയിരുത്താൻ മാത്രമല്ല ജിഷോയ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജിഷോയുടെ കൂടെ പോയിട്ട് അവരുടെ അലാം സിസ്റ്റം എത്രത്തോളം വർക്കിംഗ് ആണ്, അതിൻ്റെ കാര്യക്ഷമതയൊക്കെ ഒന്ന് പരിശോധിക്കുക, ആന വന്ന സ്ഥലമൊക്കെ ഒന്ന് പരിശോധിക്കുക. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലക്ഷ്യം കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഏതായാലും ജിഷോയ് നമ്മുടെ കൂടെയുണ്ട്. ജിഷോയ്, ഹായ്, നമസ്കാരം. എന്താ നമ്മുടെ പരിപാടി? ഇത് നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കണം. ആന ഇറങ്ങിയെന്ന് കേട്ടില്ലേ? അപ്പോൾ അതിൻ്റെ സാധനം വന്ന് ആന വന്നിട്ട് ഡിവൈസ് അടിച്ച് കഴിഞ്ഞപ്പോൾ ആന അലറിക്കൊണ്ട് ഓടി. തിരിഞ്ഞോടി ഇവര് ഞെട്ടിപ്പോയി. 3 മണിയായപ്പോഴാ പുലർച്ചെ അല്ലേ? ഇനി എന്തായാലും ആ ആനേനെ അതിനുശേഷം ഇപ്പോൾ 4-5 ദിവസമായി ഇവര് ആന വന്നിട്ടില്ല. ഇനി വരില്ല എന്ന് വിചാരിക്കുന്നു നമുക്ക് ആന. അതെ, പല ദിവസം വന്ന് ഇവരുടെ പറമ്പിന്റെ മോള് വശം വരെ വന്നു. ഓക്കെ. പിന്നെ ഈ ഡിവൈസിന്റെ അവിടം വരെ ആ ഒരു ലൊക്കേഷനിലേക്ക് അന്നാ എത്തിയേ. അന്നാണ് അടിച്ചതിന് ശേഷം പിന്നെ ഈ പറമ്പിലേക്ക് എവിടെയൊക്കെ വന്നു. പിന്നെ വരില്ല ആന. എല്ലാവരും ശരിക്കും പേടിച്ചാലും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് ഇതിന്റെ മുകളിലൊരു സ്ഥലമുണ്ടേ, അതായത് ആന ഇറങ്ങി വരുന്ന ഇവര് വെള്ളമൊക്കെ എടുക്കുന്ന ആ ഒരു തോടൊക്കെ ആ ഭാഗത്തും സത്യം പറഞ്ഞ ഒരെണ്ണം വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഡിവൈസും കൂടെ വേണം ശരിക്കും പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒക്കെ സ്പോൺസർ ചെയ്യുന്ന വിചാരിക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയും കൂടെ വരണം. നമുക്ക് എത്ര ദൂരത്തിനാണ് അവിടെ പണി നടക്കുക. മറ്റേ പണിക്കാരുണ്ട്. പോവാം തീർച്ചയായിട്ടും. ഇവര് ഈ കയറുമ്പോ അട്ടയും കടിച്ചിട്ടുള്ള ഒരു ഏരിയ എന്നല്ലേ അറിയോ? അട്ടയുടെ കളിയെ ഇപ്പൊ ഞങ്ങള് അട്ട വറുക്കലായിരുന്നു. അതെ, ഒന്നിനെ റോസ്റ്റ് ആക്കിയിട്ടേ ഉള്ളൂ. ഒരത്തിനെ റോസ്റ്റ് ആക്കി ഞങ്ങൾ സിഗരറ്റ് ലാമ്പൊക്കെ കൈ പിടിച്ച് വെച്ചേക്കുക. സാനിറ്റൈസറാണ് നല്ലത്, പക്ഷെ സാനിറ്റൈസർ കിട്ടിയില്ല. സാനിറ്റൈസറും ഡെറ്റോളും കൊണ്ടല്ലാതെ ഒരാളും ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും സാനിറ്റൈസർ ആർക്കും വേണ്ട. കുറേ നേരം ഇപ്പം ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. നമുക്കിന്ന് ക്യാമറയും വെക്കാം അല്ലേ? അതെ, എവിടെ ക്യാമറ വെക്കാം? നമുക്ക് ഇന്നാള് പുലിയുടെ അത് കണ്ടില്ലേ ആ ഒരു ഏരിയയില്, മറ്റേ തങ്കഞ്ഞാൻ്റെ അടുത്ത് അവിടെ വെച്ചു നോക്കാം അല്ലേ? ഇവിടെ ഇനി പെട്ടെന്ന് വരില്ല ആന. ഓക്കെ. വർക്ക് നടക്കുന്നു. നമസ്കാരം. ഏകദേശം ഓൾമോസ്റ്റ് ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടു കാണാം. ഇവിടെ ഒന്നും തേച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടോ ബാക്കി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ്ട പൊളിഞ്ഞു പോയതാണ്. ഒരു വർഷം പൊട്ടിക്കുമ്പോൾ ഒക്കെ നടന്ന് പോവുക. എല്ലാം ഈ പഴയ മണ്ണാണ്, മണ്ണിട്ട് തെച്ച. അതിന്റെ പുറമെ ഉണ്ടോ മണ്ണാണ് അതിന്റെ ഉള്ളിൽ. അല്ല ഇതൊക്കെ ഇത് പുറമെ അടച്ചിട്ടുണ്ട്, പൊത്തടച്ചിട്ടുണ്ട്. മണ്ണാണ് അതിന്റെ മുകളിൽ സിമെന്റ് ഇട്ട്. മണ്ണായതുകൊണ്ട് നിൽക്കുന്നില്ല, പിടിച്ചു നിൽക്കുന്നത്, എല്ലാം വീണ് പോവുക. കുറച്ചും കാണണം, കുറച്ചുണ്ട്.
ഉണ്ടോ ഇത് കട്ടില പിടിപ്പിച്ച് അവിടെയും ജനലും പിടിപ്പിച്ചല്ലേ? അതെ അതെ. ഇവിടെ ഇതുപോലെ തന്നെ അലാറം അടിച്ചിരുന്നോ? പിന്നെ ഞായറാഴ്ച അടിച്ചു. ആ ആന വന്നോ? ആന വന്നു. പിന്നെ തിങ്കളാഴ്ച അടിച്ചു. അന്ന് ആനയൊന്നും വന്നില്ല. പിന്നെ അവിടെ നോക്കി ആന ഒരു പ്രാവശ്യമല്ലേ വന്നുള്ളൂ? പിന്നെ വന്നിട്ടില്ലല്ലോ ആന. ആന ഓടി പോണ കണ്ടോ? കണ്ടോന്ന് ചോദിച്ചാ ഒച്ച കേട്ടു. ആന കാറിപ്പോയി. ഇനി ആ പരിസരത്തേക്ക് വരില്ല ആന പെട്ടെന്നൊന്നും. ഇങ്ങോട്ട് ഇനി പെട്ടെന്ന് വരില്ല. പിന്നെ ഇനി വരില്ല, ഇനി വരില്ല. ഞായറാഴ്ച വെളുപ്പിന് കയറി. പിന്നെ തിങ്കളാഴ്ച വെച്ച് കഴിഞ്ഞ പിന്നെ ഞാൻ ശ്രദ്ധിച്ചു. അതൊക്കെ മാനായിരിക്കും. മാനം എന്തോ ചെറിയ മൃഗം വന്നാന്ന്. അതെ അതെ അതെ. ആന വന്നപ്പോ അലറിയാണ് ഓടിയ സൗണ്ട് കേട്ടല്ലേ? ഓടി. ഓക്കെ. ഇനി പിന്നെ വരില്ല. ആന വരുന്നോട് ഒരിക്കൽ വന്നതല്ലേ, ഇനി പിന്നെ ആ പരിസരത്തേക്ക് വരില്ല. പേടിച്ചു കാണും. പേടിച്ച് കയറിയതല്ലേ, പിന്നെ അങ്ങോട്ട് വരില്ല. ആന പരിസരത്തേക്ക് കേൾക്കുമ്പോൾ വലിയ സന്തോഷം. എന്തായാലും അത് വെച്ചോണ്ടേ ഉപകാരം. പിന്നെ തീർച്ചയായിട്ടും വലിയ സന്തോഷം നമുക്ക്. ആന പേടിച്ചിട്ടാണ് ഓടിയതല്ലേ? പേടിച്ച് നല്ല ഒച്ചത്തിലല്ല. ചിഹ്നം വിളിച്ച് വന്ന വഴിക്കല്ല വേറെ വഴിക്ക് ഓടിപ്പോയി. വേറെ വഴിക്ക് ഓടിയത്. ഏത് വഴിയാ ഓടിപ്പോയത്? അങ്ങോട്ട്. തിരിച്ചു കയറൽ എളുപ്പമില്ല, കൊന്നും അല്ലേ? നേരെ അങ്ങ് പോയി. എനിക്ക് വരില്ല. പിടിവിട്ടു. ഞാൻ എത്രയും പ്രതീക്ഷിച്ചില്ല. എനിക്ക് പിടിവിട്ടു. ദോർക്കാപ്പുറത്തുള്ള അടിയല്ലേ? ഒരു ഒച്ചയും കേൾക്കുന്നില്ലല്ലോ. മറ്റേ മനുഷ്യരുടെ ഒച്ച കേട്ട ആനയൊന്നും ശ്രദ്ധിച്ചു. ഇപ്പൊ ഒറ്റയടിയായി. വന്നപ്പോ അലറ സൗണ്ട് ഒക്കെ കൂടിയിട്ടാണോ കേട്ടത്? അലാറം അടിച്ചു. അതിന്റെ കൂടെ ചേട്ടൻ പറഞ്ഞ ഒരുമാതിരി കൂവുന്ന പോലെയുള്ള മറ്റേ ആന പേടിച്ച് ഓണടിക്കുന്ന പോലത്തെ ഒരു സാധനം. ആന പേടിക്കുമ്പോഴാണ്. ഇനി ആന വരില്ല, ഉറപ്പാണ്. എന്തായാലും സന്തോഷമായല്ലേ? നമുക്ക് സെറ്റായി. നമുക്ക് കേൾക്കുമ്പോ വലിയ സന്തോഷം. പിന്നെ പക്ഷെ നമ്മുടെ മറ്റേ ഇതുണ്ടായിരുന്നെങ്കിൽ കാണുകയും ചെയ്താൽ ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ. അതെ സത്യം. ക്യാമറ വെച്ച ആന ഉരച്ച് വെച്ച് കൗങ്ങേര് ആന ഉരച്ചേക്കുന്നത് പുറം വരച്ചിട്ടുണ്ട്. അത്തല്ലാ സാധനം ഉണ്ടായിരുന്നെങ്കിൽ ആനയുടെ പുറത്ത് പോയാൽ ക്യാമറ കൂടെ പോയ കറക്റ്റ് നമ്മളെ വെച്ച സ്ഥലത്ത് വരച്ചേക്കുന്നത് ഒരാളുടെ ഹൈറ്റില്. അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിയപ്പോഴായിരിക്കും അടിച്ചിട്ടുണ്ടാവുക. അതിലൂടെ കാണാം. ഇത് കൊമ്പനാണോ മുഴയാണോ അറിയത്തില്ല. അലർച്ച കേട്ട്. അതെ. അലർച്ച മാത്രമല്ല ആനയെ കണ്ടില്ല. അലർച്ച കേട്ട് ആനയെ തിരിച്ചറിയാനുള്ള എല്ലാരും പറയുന്നത് ലൈറ്റ് ഒന്നും അടിച്ചിറങ്ങണ്ട. അതെ 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 അതെ. അത് അടിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങിയാൽ വേണ്ട, ആന അത് നോക്കിക്കോളും, ഡിവൈസ് നോക്കിക്കോളും. പിന്നെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആന പേടിച്ചിട്ടാ വിടുക. അപ്പൊ എങ്ങോട്ടാണ് ഇങ്ങോട്ടും വരും, അറിയാൻ പറ്റൂല. എങ്ങോട്ട് ജീവനും കൊണ്ട് വിടുക ചെയ്യണം. അങ്ങനത്തെ ഒരു വട്ടാണ് വിടുക. കാരണം ആ മുകളിൽ കേൾക്കുമ്പോഴറിയാം ആന അത്രയും പേടിച്ചിട്ടാണത്. കാരണം ഇത് താഴെ ഇങ്ങനെ സ്ലോപ്പ് അല്ലേ. അപ്പൊ ആന മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോ പെട്ടെന്ന് എനിക്ക് വെട്ടി തിരിയാനും പറ്റില്ല. പെട്ടെന്ന് സൗണ്ട് കേൾക്കുമ്പോൾ അത് എങ്ങോട്ടെങ്കിലും അങ്ങ് വിടുക പേടിച്ചിട്ട്. നേരെ അങ്ങോട്ട് പോയി. അങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ കുഴപ്പമില്ല, നമ്മളോടൊന്ന് മാടേ മറിയില്ല. ഇനി എന്തായാലും ആന വരില്ല. ശരിക്കും പേടിച്ചു കാണും ആന. അതുകൊണ്ടാണ് രണ്ടുപേരും പേടിച്ചു അല്ലേ? നമുക്കൊന്ന് പോയി നമ്മളതൊന്ന് ചെക്ക് ചെയ്തിട്ട് കൂട്ടാൻ പറ്റിയല്ലായിരിക്കും അല്ലേ? ചോട്ടണ്ട. ക്യാമറ ഉണ്ടായിരുന്നെങ്കിലേ ഒരു വെടിക്കെട്ട് കൊള്ളേനല്ലേ. ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് നല്ല പ്രൊമോഷൻ ആയിട്ട് നല്ലൊരു അതെ നല്ലൊരു വീഡിയോ കിട്ടി. അപ്പൊ സത്യമംഗലത്ത് അന്ന് പുലി വരുന്നത് വെച്ചില്ലല്ലോ? പുലിക്ക് വെച്ചില്ലേ സത്യമംഗലം കേട്ടില്ല? IACF ഓൾ ഇന്ത്യ ലെവലിലായില്ലേ? അവർ ആഴ്ചയിൽ പുലി ഒരു ഡെഫിനറ്റ് ആയിട്ട് വരും. അപ്പൊ ഞാൻ ക്യാമറ വെക്കാം സാറേ, നമുക്ക് എന്താ ഉണ്ടാവും നോക്കാം. അവിടെ ഫോറസ്റ്റ് ഫോറസ്റ്റ് എന്നിട്ട്
ഇപ്പൊ ഇന്നലെ വിളിച്ചിട്ട് ഞങ്ങളത് ആനയുള്ള സ്ഥലത്തേക്ക് മാറ്റിയാണ്. ഇപ്പൊ പുലി പിന്നെ ആ പരിസരത്തേക്ക് വന്നിട്ടില്ല. പുലി എന്താ ഉണ്ടായത് ഒരു പിടിവില്ല. പുലി എന്ന് പറഞ്ഞാൽ കടുവ നീയും പുലി എന്നാണല്ലോ പറയുന്നത്. കടുവല്ലടാ, മറ്റേ പുള്ളിപ്പുലി. പുള്ളിപ്പുലിക്ക് എന്തിനാ ഇത് വെക്കുന്നത്? അവര് അത് ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ട് ആടിനെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഓഹോ, ആന ഏകദേശം ഇവിടെ നിന്നാവും. അതന്നെ മണ്ണ്. ആ മണ്ണിടിച്ചിട്ടുണ്ട്. കറക്റ്റ് സ്ഥലം തന്നെ. ഞാൻ പറഞ്ഞില്ല, ഞാൻ അന്ന് വിചാരിച്ചിരുന്നു ഇവിടെ ഇവരോട് ചോദിച്ചു കേട്ടോ, ചേച്ചി അപ്പൊ ഈ വരുന്ന വഴി ഇതിലെയാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതിലേ വരും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ രണ്ടും കൂടെ കണക്കാക്കിയാണ് നമ്മൾ ഈ നടുഭാഗത്ത് വെച്ച കറക്റ്റ് ലൊക്കേഷൻ ആയിരുന്നു. ലൊക്കേഷനാണ്, എക്സാക്ട് ലൊക്കേഷൻ. ചവിട്ടാടി ഇപ്പോഴും ഉണ്ട് കേട്ടാ. ഉണ്ട്. അതായത് ഇതിപ്പോ 4 ദിവസമല്ലേ ആയുള്ളൂ. പൊളിഞ്ഞ് നടക്കും. അതിന്റെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് നോക്കിയാൽ മനസ്സിലാവുന്നത് അങ്ങോട്ട്. അതെ, ഇതിങ്ങനെ ഇറങ്ങിയിട്ടാണ് അവിടെ പൊളിച്ചിട്ടേക്കുന്നുണ്ടോ, അവിടെ ഇതൊക്കെ കയ്യാലെ പൊളിച്ചു. അങ്ങനെ പൊളിച്ചിട്ട് ആന ഇങ്ങോട്ട് കയറാൻ ആ പറമ്പിൽ അങ്ങോട്ട് പോയി. അങ്ങനെ ഇതാണ്ടോ ആ പുല്ല് പോയി മാറി നിൽക്കുന്നുണ്ടോ. ഇനി ആ വഴിക്ക് പുല്ല് മുളക്കിയാലെന്നാണ് തോന്നുന്നത്. ഇവിടെ നിന്നാണ് വന്നത്. അല്ല അത് മറ്റേതിന്റെയാ. ഇതിന്റെ മാനിന്റെ അല്ല. ഇങ്ങോട്ട് പോയോ, ഇങ്ങോട്ട് നോക്ക്. മാനാണത്. അത്രയും പുല്ലെന്ന് ഏതായാലും അങ്ങനെ പരന്ന് കിടക്കൂടാ. മാനായിരിക്കും. കാട്ടുപോത്ത് വരുന്നുണ്ട് ഇവിടെ. അതായിരിക്കും കാട്ടുപോത്ത് വരുന്നുണ്ട്. അത് മുകളിലേക്ക് പോകുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞായിരുന്നു. കാട്ടുപോത്തുണ്ട് ഈ പരിസരത്തൊക്കെ. കാട്ടുപോത്ത് വയനാട് ഇത് കോട കണ്ട നീ? കോടയായി മൊത്തം കണ്ടോ. വയനാടിന്റെ ക്ലൈമറ്റ് ആയി. സമയം 12:30 നോക്കിയൊക്കെ. ഉച്ചയ്ക്ക് 12:30 കേട്ടോ. ഇത് വൈകിട്ടിന്റെ പ്രതീതിയായി. അതെ, ഒരു 4-5 മണിയുടെ ലൊക്കേഷൻ പോലെ ഉണ്ട്. ഇത് തുടച്ചു നോക്കണോ? സോളാറ് നോക്കണ്ട. വെള്ളമായിക്കോട്ടെ, സോളാർ നനയുന്ന കുഴപ്പമില്ലല്ലോ. അല്ല, സാധാരണ ഈ മറ്റേ സോളാർ വെക്കുമ്പോൾ ഇടയ്ക്ക് വൃത്തിയാക്കുന്ന പരിപാടി. അത് പിന്നെ ഒരു 6 മാസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആയി പോകും. കുറേയൊക്കെ 6 മാസം കഴിഞ്ഞിട്ട് മതിയോ? 6 മാസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയോ? മഴ കുറഞ്ഞിട്ട് ചെയ്താൽ മതി. അതെ. അത് പിന്നെ നന്നായിട്ട് ക്ലാവ് പിടിക്കുമ്പില്ലേ വെള്ളത്തിന്. ലൈറ്റ് കത്തുന്നില്ലേ? ലൈറ്റ് കത്തുന്നുണ്ട്. എടാ, നമുക്ക് ഇതൊന്ന് മാറ്റി ലൊക്കേഷൻ ഒന്ന് മാറ്റിയല്ലടാ. ലൊക്കേഷൻ മാറ്റണ്ട, ഇതാണ് ഇവരെ സേഫ് ചെയ്യാൻ ഏറ്റവും നല്ല വഴി. പക്ഷേ ഈ മരത്തിന്റെ മറവുള്ളതുകൊണ്ട് ഈ സൈഡൊന്നും ഇല്ലെന്നേ. ആ സൈഡിൽ നിന്ന് വന്നാൽ അടിക്കൂല. ഇത് ഇവിടുന്ന് മാത്രമേ അടിച്ചുള്ളൂ. ഇവിടെ എത്തിയപ്പോൾ അങ്ങോട്ട് അടിച്ചേ. ആന അവിടെ നിന്നല്ലേ വന്നേ? അതെ, ഇവിടുന്ന് അടിച്ചുള്ളൂ. ആനക്ക് ഇവിടുന്ന് വരും. ആന ചിലപ്പോൾ അവിടുന്ന് വന്നാലോ. ആ വഴിക്കുന്നു. അവിടുന്ന് വരുമ്പോഴും അടിക്കും. അതിൽ വഴിയൊന്നും അടിക്കുന്നില്ല. അടിക്കും. ആന വരുമ്പോൾ അടിക്കൂടാ. നമ്മുടെ ഹൈറ്റും ആനയുടെ ഹൈറ്റും കൂടി വ്യത്യാസമില്ലേ? ഞാൻ ഇന്നാളും നടന്നു നോക്കിയിട്ട് അടിച്ചില്ല. നമ്മളൊന്നും കിട്ടി അടിക്കില്ല. അത്രയും ഹൈറ്റിൽ കിട്ടണം അല്ലേ? ഹൈറ്റ് അതിന്റെ ഇവിടെ കിട്ടിയാലും അടിക്കും. ഇത് മതി എന്നാ നീ പറയുന്നത്? ഇതാവും. ഇവരെ വീട് ഈ ഭാഗത്താണല്ലോ. അപ്പൊ ഏറ്റവും നല്ലത് സേഫ് ഇതാണ്. ഞങ്ങള് കാൽപ്പാട് നോക്കി അങ്ങ് പോടാ. ആദ്യം ക്യാമറ വെച്ച മരം ഇതല്ലേ? അതെ. അത്തല്ല ഉറച്ചേക്കുന്നുണ്ടോ നീ? വണ്ണുണ്ടോ? അവിടെ തന്നെ നമ്മൾ ക്യാമറ വെച്ചത്. അവിടെ തന്നെ ക്യാമറ വെച്ചേ. അതിന്റെ മുകളിലെ മരം ഉണ്ടോ? ആ മരം. അതെ. ആ ഒരു കുഞ്ഞുമരം. അത്തലാണ് രണ്ടാമത് ക്യാമറ വെച്ചത്. അവിടുത്തെ ചുവട്ടിലൊക്കെ പുല്ലകം അതൊക്കെ പൊടിച്ചിട്ടും പറിച്ചിട്ടും. അങ്ങോട്ട് എവിടെയില്ല, ഇവിടെ നേരെ വന്ന് പിന്നെ ഗത്യന്തരമില്ലാതെ അങ്ങ് ഓടിപ്പോയതാണ്. അപ്പൊ നീ പറഞ്ഞാലേ ഇത് മറ്റേ ഇത് വന്നിണ്ടാവും. കാട്ടുപോത്ത് അത്രയും വഴി അല്ലേ? അല്ലല്ല, ആ ഭാഗത്തുനിന്ന് കാട്ടുപോത്ത് വന്നിട്ടുണ്ടായിരിക്കും. കാട്ടുപോത്ത് കൂട്ടായിട്ടായിരിക്കും അല്ലേ? അത്രയും പുല്ല് മാറി കിടക്കുന്നത്. കുറേ പുല്ല് മാറി കിടക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, അത് അവര് കണ്ടിട്ടില്ല കേട്ടോ, അവരറിഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ കയറി നോക്കിയപ്പോൾ അല്ലേ? അതായിരിക്കും ഞാൻ അടിച്ചെന്ന് പറഞ്ഞേ. ആനയല്ല ഉറപ്പ്. ഇത്രയും മണ്ണ് കാട്ടുപോത്തായിരിക്കും. പോത്ത് പോലത്തെ എന്തെങ്കിലും ജീവിയായിരിക്കും. വലുത് കാൽപ്പാട് കാണുന്നുണ്ടോ അവിടെ? എന്തെങ്കിലും സിംഗിൾ കാൽപ്പാട് ഇല്ല. ഓ, ആന ഒരു 1.5 വരവാ വന്നത് കേട്ടാ. ഇടിച്ചിട്ടല്ലേ? ഇടിച്ച് അല്ലേ? ഇതില്ലെങ്കിൽ നേരെ വീട്ടിലേക്കാ. വീഡിയോയില് കിട്ടിയായിരുന്നെങ്കിൽ നേരെ വീട്ടിലേക്കാണ്. വീടല്ലേ? ഈ ഇറങ്ങി പോണ സാധനം കണ്ടല്ലേ വരിക. ഡിവൈസ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് അടിക്കാൻ ആന അങ്ങോട്ട് പോകാൻ. അല്ലെങ്കിൽ അവിടെ ആ പ്ലാവിലൊക്കെ പോയി ചക്ക. പിന്നെ ആ പ്ലാവില അവിടെ ചക്ക ഉള്ളതില്ല. അതിന്റെ സ്മെല്ല് കേട്ടിട്ടാവും പുള്ളി വന്നിട്ടുണ്ടാവുക. അതെ, ചക്കയാണ് ഉദ്ദേശം. ചക്കയാവും ലക്ഷ്യം. അതിന്റെ മുകളിലൊരു പ്ലാവുണ്ട്. അതെ, അവിടെ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ്. അത് അവിടെ 1 മണിക്കൂറെങ്കിലും നല്ല സമയം നിന്നിട്ട് ഇത്രയും പ്രദേശത്തെ പുല്ല് കംപ്ലീറ്റ് പറിച്ചെടുത്ത് നിന്നുണ്ട്. ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിട്ടേ. കുഴപ്പമില്ലല്ലോ അപ്പൊ? ഇല്ല. പിന്നെ അതിലേ നടന്നു പോയത്. ഇവിടെ നിന്നൊക്കെ പേടിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ സ്ലോ വെക്കണ കാൽപ്പാട്, അതുകൊണ്ടൊക്കെ അവിടെയും പൊളിച്ചു ഇവിടെയും ഇവിടെ എത്തിയപ്പോൾ അടിച്ചു. ഇവിടെ എത്തിയപ്പോൾ അടിച്ചു തിരിയാൻ പറ്റില്ല. അത് പെട്ടെന്ന് പിന്നെ ഇറങ്ങി പോയത്. അതാണ് ഇത്രയും മണ്ണ്. അതെ, അത് മനസ്സിലായോ? അവിടെ എത്തിയപ്പോ അടിച്ചു.
ഗത്യന്തരം ഇല്ലാണ്ടേ ഗത്യന്തരം ഇല്ലാതെ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഇത് ഇടിഞ്ഞു അവിടെ തന്നെ അടിച്ചിട്ടുണ്ട്. അവിടെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് രക്ഷയില്ല, അങ്ങോട്ട് തിരിഞ്ഞു ഓടാനും വകുപ്പില്ല, ഇതിന് മുകളിൽ കയറാനും വകുപ്പില്ല. ടക്ക് ടക്ക് തന്നെ ചാടി അങ്ങോട്ട് ഓടലേ രക്ഷയുള്ളൂ. അത് ഇവിടെ വെച്ചപ്പോ ഈ സൈഡ് സേഫ് ആണല്ലോ. നിന്റെ ഡിവൈസ് ഉപകാരം ഉണ്ടായി, രക്ഷപ്പെട്ടു. അതെ, അവരുടെ ഒരു വീട്ടിലേക്കുള്ള യാത്ര മുടങ്ങിയപ്പോൾ തന്നെ ഇത് നമുക്ക് 100% സാറ്റിസ്ഫൈഡ് ആയി. ഇങ്ങനെ ഇറങ്ങിയിട്ട് പോയിട്ട് ആ പ്ലാവ്, അല്ലെങ്കിൽ ആ പ്ലാവ് ചക്കയുണ്ട്, ഇവിടുന്ന് ഇറങ്ങി ഇങ്ങനെ വന്നിട്ട് അതൊക്കെ ആ പ്ലാവ്, ഈ പ്ലാവും ആ പ്ലാവ്, ഇതാ മുറ്റത്ത് നിൽക്കുന്ന ആ പ്ലാവൊക്കെ ആയിരിക്കും ലക്ഷ്യം. അതെ, ഇങ്ങോട്ടൊക്കെ ആ പ്ലാവൊക്കെ ആയിരിക്കും ലക്ഷ്യം. പഴുത്ത് നിൽക്കുന്നുണ്ടല്ലോ. അതെ, നല്ലൊരു ഷേപ്പിലുള്ള ചക്കയുണ്ട്. അത് നേരെ അങ്ങോട്ട് ചക്ക പഴുത്ത് റെഡിയായി നിൽക്കുന്നു. നമ്മൾ അട്ടേനെ ഓടിക്കാനുള്ള സംവിധാനമായിട്ടത്. ഇതില്ലാതെ ഈ ഒരു ടൈമിലേക്ക്, അതില്ലാണ്ട് നമുക്ക് സാനിറ്റൈസർ ആയിരുന്നു വേണ്ടിയിരുന്നല്ലേ. അതെ, അല്ലെങ്കിൽ റിസ്ക് എടുക്കണ്ടേ, ഇതിപ്പോൾ കത്തിച്ച് പിടിച്ച് സാനിറ്റൈസർ ആക്കണം ഈ സാധനത്തിന്. ഇനി ഒരു ഘട്ടം കൂടി വെക്കാനുള്ളത് കഴിഞ്ഞതിൻ്റെ പണി കഴിഞ്ഞു. അത് ടൈറ്റാക്കാൻ വേണ്ടി മേലെ കയറ്റിയതാ. എനിക്ക് ജനലിൻ്റെ ഒക്കെ ഒന്ന് അളവെടുത്തരണേ. ജനൽപ്പാളിയുടെ ഓരോന്നിനും വ്യത്യാസം ഉണ്ടാവും. ഒരേ അളവ് സിംഗിളും ഒരെണ്ണം വ്യത്യാസം ഉണ്ടാവും അല്ലേ. എല്ലാം നമ്മുടെ പൈപ്പ് കമ്പി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ സാധനം ഇല്ലാത്തതുകൊണ്ടാണ്, മനസ്സിലായോ? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഈ ഉത്തരവില്ലേ, ഉത്തരം തുടിഞ്ഞിരിക്കായിരുന്നു. അതിപ്പോൾ ഇങ്ങനെയാക്കി ഈ ഇതാണ് ഉത്തരം താങ്ങി നിന്ന് പൈപ്പാണ്. സിമെന്റ് ഇടണ്ടല്ലേ, രണ്ടറ്റത് സിമെന്റ് ഇടണ്ടേ, അറ്റോ ചെയ്യണം. പിന്നെ എന്നാ സ്ട്രോങ് ആയി നിൽക്കില്ലേ, നോക്കാം. ഇട്ടിട്ടുണ്ടോ ഇതല്ലേ? ആ അറ്റത്തുണ്ടല്ലേ, ഇതല്ലേ? അതല്ല അവിടെ അവിടെ എൻ്റെ ഇവിടെ ആ ഭാഗത്ത് സിമെന്റ് ഇട്ടായിരുന്നാ പൈപ്പിൻ്റെ ഇച്ചിരി ലാസ്റ്റ് ഉണ്ടെങ്കിൽ രണ്ടെണ്ണമായി ഇങ്ങനെ ഒരെണ്ണം ഇവിടെയും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ല ലാസ്റ്റത്തെ ഇത് അടച്ചിട്ടില്ല. ഇത് പൊത്തല്ല, ഇത് ചെയ്തിട്ടില്ല, ഇവിടെ ചെയ്തിട്ടില്ല. അവിടെ മാറ്റം ചെയ്താൽ മതി. ഇവിടെ ഇതെങ്ങനെ ചെയ്തേക്കുന്ന കേട്ടോ, ഉപയോഗിച്ച് ഉയർത്തി. 3 പേരില്ലാണ്ട് നടക്കൂല ഇത്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആൾക്കാർ കിട്ടാണ്ട് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവര് ഇനിയിപ്പോ മറ്റേതാണെങ്കിലേ അതാ പറഞ്ഞേ, ഇവരെ ചെയ്തോളാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ കൂടെ കയ്യോടെ അങ്ങ് ചെയ്യും. നന്നായി. അത് ശരിയാവില്ല. അവനിത് എത്ര ദിവസം മെനക്കെട്ടിട്ട് പണിക്കാരെ കിട്ടിയെന്നറിയോ? മൂത്ത ഒരു പരന്ത് എന്നാലേ ഇതിന്റെ ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് തോന്നുന്നില്ലേ. ആ ചിറക് വിരിച്ച് നിൽക്കുന്ന നോക്കിയൊക്കെ. അപ്പം അങ്ങനെ മത്തഞ്ചാനലിൻ്റെ കട്ടലയുടെ പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. ഇതാ കംപ്ലീറ്റ് കഴിഞ്ഞു. ഇവിടെ തേക്കാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കും കേട്ടോ, ഭിത്തി തേക്കാത്തതുകൊണ്ടാണ്. ഈ സൈഡ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ കണ്ടോ, ഭിത്തി തേച്ചുകൊണ്ട് നല്ല ഫിനിഷിങ്ങിൽ ഈ സംഭവം കിട്ടി. അവിടെ തേപ്പില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ. ഏതായാലും ഇതാണ് ഫ്രണ്ടിലത്തെ കാഴ്ച. ഇവിടെയൊക്കെ ഇത് മൊത്തം ഒരു ലെയർ കട്ട മൊത്തം പോയതാട്ടോ. അത് പിന്നെ സെപ്പറേറ്റ് പിടിപ്പിച്ച ഇവിടെ ഇതേപോലെ തന്നെ ഒരു ലെയർ കട്ട അഡീഷണൽ വെച്ചാട്ടോ. കണ്ടോ, അങ്ങനെയൊക്കെ പൂർത്തിയായി. ഇതിൻ്റെ ഉൾവശത്തിന് വേണമെങ്കിൽ ഇതാ എല്ലായിടത്തും ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ അവർ പണിതിട്ടുണ്ട്. പിന്നെ വരുമ്പോൾ അതെ ഒരെണ്ണം, പിന്നെ അതേപോലെ ഇതാ ഇപ്പറ ഈ ഒരു വാതിൽ. ഇവിടെയാണ് വാതിൽ വരുന്നത്. മൊത്തം 4 വാതിലും 4 ജനലും, 4 വാതിലും 4 ജനലുമാണ്. ഇതാ അടുക്കളയത്തെ ഇവിടെ
കഴിഞ്ഞ കേട്ടോ, ഫിനിഷിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റേ തുടിഞ്ഞ് വരുന്ന നമ്മൾ ഒരു കമ്പി ഇടുന്ന കാര്യം പറഞ്ഞിരുന്നു, അതും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാ ഇത് അടുക്കളയത്തെയാണ്. ഇത് എന്താ പറയുക, നടുക്കത്തെ റൂം. അതേപോലെ വേണ്ടോ എല്ലാം വെച്ചിട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് വെള്ളം വീഴിയല്ല. ഇവിടെ അല്ലെങ്കിൽ ഇത് നനഞ്ഞ് കിടക്കുന്ന നിൽക്കുകയാണ്. അവിടെ മൊത്തം കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടാണ് മൊത്തം വെള്ളം വീണ് ബക്കറ്റിൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഷീറ്റ്, റബ്ബർ ഷീറ്റ് അടിക്കുന്ന ഡിഷ് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. ഏതായാലും അതൊക്കെ ഒഴിവായി കേട്ടോ. എല്ലാ പ്രശ്നമൊക്കെ അങ്ങ് പരിഹരിച്ചു. അപ്പം ചേട്ടാ എന്തോ അങ്ങനെ കട്ടിലയും ജനലൊക്കെ വെച്ചല്ലേ? കട്ടിലും ജനലും വെച്ചു. ഇനി നമുക്ക് ഡോറ് പിടിപ്പിക്കണം. ഇനി റോഡ് പിടിപ്പിക്കണം. എന്നാലും വലിയ തിരക്കടില്ലാണ്ട് പണിതിട്ടുണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ലാതെ വേണം. അത് മതി, എത്ര മണിയില്ല ആയല്ലോ. അതെ അതെ, എന്നാ നമ്മൾ സ്വന്തം ഒഴിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഡോറ് നമുക്ക് ഈ വരുന്ന ഒരാഴ്ചക്കുള്ളിൽ നമുക്കിതെല്ലാം പിടിപ്പിക്കാം. ആയിക്കോട്ടെ. നമുക്ക് വാതിലും ജനലും അടച്ച് കിടക്കാനുള്ള സംവിധാനമാക്കാം. വാതിലും ജനലും അടയ്ക്കാനുള്ള ഒരു സംവിധാനം ആയാൽ മതി. നമ്മൾ ബാക്കി കമ്പിച്ച് അപ്പം മോളിൽ നിന്ന് വെള്ളം വീഴാത്ത രീതിയിലായല്ലോ. ആയി കമ്പി കിട്ടല്ലോ. നമ്മുടെ ന്യൂസിലാൻഡിൽ നിന്നുള്ള ഒരു പറ്റം കൂട്ടുകാരാട്ടോ ഇത് ചെയ്തു തന്നേക്കുന്നത്. ന്യൂസിലാൻഡിൽ നിന്നുള്ളവർ അവർ ഒരാളല്ല, കുറച്ച് പേരുണ്ട്. അവരെല്ലാവരും കൂടെ ഒരുമിച്ചാ നമുക്ക് അതിന് വേണ്ടി. അതെ അതെ, കൃഷിക്ക് ആദ്യമേ നമ്മള് പറയുന്നത് അത് പറയണ്ട. നമ്മള് ഇത് പുറലോകത്തേക്ക് എത്തിച്ചെന്നുള്ള പരിപാടി മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അല്ല, അതിനൊരാള് വേണ്ടേ? അല്ലെങ്കിൽ എത്തുമോ? ആരെങ്കിലും അറിയൂ? ചേച്ചി അങ്ങനെ പണി പണിയൊക്കെ നല്ല കണ്ടീഷനായിരുന്നു, കുഴപ്പമൊന്നുമില്ല, വലിയ സന്തോഷം. അവർക്ക് ഒരു 1000 നന്ദി പറഞ്ഞേക്കാം. അല്ല അങ്ങനെയല്ല ക്രിസ്റ്റി, നമ്മളെ പോലെ ഉള്ളവർക്ക്, ക്രിസ്റ്റിയെ പോലെ ഉള്ളവർ വന്ന് ചെയ്തു തന്നെങ്കിൽ ഉപകാരം അല്ലേ? അത് തന്നെ. ക്രിസ്റ്റിക്ക് ആദ്യം നന്ദി. എനിക്ക് നന്ദിയൊന്നും പറയണ്ട, അല്ല അവരാണ് അത് മുടക്കി. അവരുടെ നന്ദി അല്ലല്ലോ, ക്രിസ്റ്റി പോയി കണ്ട് നമ്മളെ രക്ഷിച്ചിരിക്കുന്നുണ്ടല്ലേ, നമ്മളറിയില്ല. അവർക്കൊക്കെ നന്ദി എത്ര പറഞ്ഞാലും പോരട്ടെ ക്രിസ്റ്റി. ഇങ്ങനെ ചേച്ചിയുടെ അസുഖം ഇപ്പൊ എങ്ങനെയുണ്ട് അതെന്ന് പറഞ്ഞേ? എന്താ അസുഖം കുറഞ്ഞാന്ന് ചോദിച്ചാല് ശ്വാസം മുട്ടാന്നേ. ഹാർട്ടിന്റെ ചെക്ക് ചെയ്തിട്ട് ഹാർട്ടിന്റെ ഇതൊക്കെ തകരാറുണ്ട്. തകരാറാ. അതുകൊണ്ട് അങ്ങനെയൊക്കെ നടക്കുന്നു. ഇപ്പൊ ഇവളുള്ള കാരണം ഞാനൊന്നും എടുക്കുന്നില്ലല്ലോ. അല്ലെങ്കിലും ഇപ്പൊ പണിക്ക് പോകുന്നില്ല, എന്നാലും കഞ്ഞി വെക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അതിന് മോള് ഇവിടെ വന്ന് നിന്നു. അവൾ എന്നും ഇങ്ങനെ വന്ന് നിന്നാ നടപ്പില്ലല്ലോ. നമുക്ക് കൊടുക്കാനൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഒക്കെ കുഴപ്പമില്ല. നമുക്ക് വാതിലൊക്കെ വരുന്ന ആഴ്ച പിടിപ്പിക്കാം കേട്ടോ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ജനലൊക്കെ ശരി കേട്ടോ. ഇടയ്ക്കൊന്ന് ഇച്ചിരി ഒന്ന് നനച്ചു കൊടുക്കണേ. ഉണങ്ങി കഴിയുമ്പോഴേ ഇടയ്ക്കൊന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. അതെ, പോട്ടെന്നാ. അപ്പം അങ്ങനെ മത്തഞ്ചേട്ടൻ്റെ വീട്ടിലെ വാതിൻ്റെയും ജനലിൻ്റെയും പരിപാടികൾ 1ാം ഘട്ടം കഴിഞ്ഞു കേട്ടോ. ഇപ്പം നമ്മളെ ഇതിനുവേണ്ടി സഹായിച്ചത് ന്യൂസിലാൻഡിൽ നിന്നുള്ള ഒരു പറ്റം സുഹൃത്തുക്കളും പ്ലസ് USA എന്നുള്ള ഒരു ചേച്ചിയും കൂടിയാണ്. അപ്പോൾ അവസാന ഘട്ടത്തിൽ നമുക്ക് ചെറിയൊരു ഷോർട്ടേജ് വന്നപ്പോൾ ചെറിയൊരു പൈസ നമുക്ക് അവിടുന്ന് USA നിന്നും വന്നു കേട്ടോ. അപ്പോൾ ഏതായാലും അങ്ങനെ ഇവർ 2 കൂട്ടരുടെയും സഹായത്തോടു കൂടിയാണ് ഈ ഒരു വർക്ക് പൂർത്തീകരിച്ചത്. അപ്പോൾ ഏതായാലും കട്ടലയും ജനലും ഒക്കെ ആയി. ഇനിയിപ്പോൾ അതിൻ്റെ ഡോറും അതുപോലെ തന്നെ ജനൽപ്പാളിയൊക്കെ പിടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി. അത് നമ്മൾ വരുന്ന എപ്പിസോഡുകളിലൊക്കെ കാണിക്കുന്നതായിരിക്കും. ഇതിനൊക്കെ ഡോറിനൊക്കെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും വളരെ സന്തോഷം. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലാണ് കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.